ഇപ്പോൾ വന്ന ഒരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷമായി തുടരുന്നുവെന്നാണ്. 10,000-ലധികം ഏക്കർ കത്തി നശിച്ചുവെന്നും വിവരങ്ങളുണ്ട്. ആയിരക്കണക്കിന് ആളുകളെയാണ് കുടിയൊഴിപ്പിച്ചത്. ഭാഗ്യം ആളപായം ഉണ്ടായിട്ടതായി റിപ്പോർട്ടില്ല. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ തന്നെ ചേരുന്നു. ന്യൂജേഴ്സിയിൽ തന്നെയാണ് ഈ മധു കൊട്ടാരക്കരയുടെ വാസവും. പറയും. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. ചൊവ്വാഴ്ച രാവിലെ പ്രാദേശിക സമയം ഏതാണ്ട് രാവിലെ 10 മണിയോടുകൂടിയാണ് ന്യൂജേഴ്സിയുടെ തെക്ക് ഭാഗത്തായിട്ടുള്ള ഗ്രീൻവുഡ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മേഖലയിൽ, അത് ഓഷ്യൻ കൗണ്ടിയിലേക്ക് ആണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ തീയുടെ തുടക്കം. രാത്രി 10 മണി ആയപ്പോഴേക്കും 8,500 ഏക്കർ കാട്ടുതീയുടെ പിടിയിൽ ചൊവ്വാഴ്ച തന്നെ അമർന്നു കഴിഞ്ഞിരുന്നു. ഇപ്പോഴും ഈ തീ അണയ്ക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് അഗ്നിശമന സേന. ഇതിനോടകം 5,000-ലധികം ആളുകളെയാണ് ഈ മേഖലയിൽ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വന്നത്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നിപ്പോൾ ഏകദേശം 13,500 ഏക്കർ കത്തി നശിച്ചു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത്. മൊത്തം തീയുടെ ഏതാണ്ട് പകുതി മാത്രമേ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഇതുവരെയും ഭവനങ്ങൾ കത്തി നശിക്കുകയോ അല്ലെങ്കിൽ ആളപായം ഒന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത. കഴിഞ്ഞ ദിവസം ഒരു 25 മൈൽ വേഗതയിൽ കാറ്റ് വീശി അടിച്ചതാണ് ഈ തീ വ്യാപിക്കുവാൻ കാരണം. ഇപ്പോൾ ഈ കാറ്റിന്റെ ദിശ ഏതാണ്ട് 180 ഡിഗ്രി തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരം പുലരുമ്പോൾ ഒരുപക്ഷെ ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ആകാശത്ത് പുകയുടെ സാന്നിധ്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. 25,000-ലധികം പേർക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുൻകരുതൽ എന്നുള്ള നിലയിൽ ഈ മേഖലയിലെ ഭവനങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ന്യൂജേഴ്സി ആക്ടിംഗ് ഗവർണർ ഈ മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20 വർഷങ്ങൾക്കുള്ളിൽ ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയൊരു കാട്ടുതീ ന്യൂജേഴ്സിയിൽ ഉണ്ടാകുന്നത്. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.